Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മുടെ ലാസ്റ്റ് പാർട്ടാണിത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is write different modes of heat transfer. അതായത് ഏതൊക്കെയാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. There are three methods, that is conduction, convection and radiation. Conduction, convection and radiation are the three modes of heat transfer. അപ്പൊ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാം. അതായത് വാട്ട് ഈസ് കണ്ടക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് കണ്ടക്ഷൻ അകത്ത് നടക്കുന്നത്? അതായത് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ്. ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വഴി ഉണ്ടാവുന്ന ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നടക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കാരണം ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതൊരു സ്ലോ പ്രോസസ് ആണ്. അതുപോലെ തന്നെ സോളിഡ്സിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ആണ് ഉണ്ടാവുന്നത്. ഇനി എന്താണ് കണ്ടക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു adjacent parts of a body because of their temperature difference. Conduction is the mechanism of transfer of heat between two adjacent parts of a body because of their ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കാരണം തൊട്ടടുത്തിരിക്കുന്ന രണ്ട് ബോഡീസിൽ ഉണ്ടാവുന്ന ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഫിസിക്കൽ കോണ്ടാക്ട് വഴിയാണ് എന്ത് നടക്കുക? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. Next question is write the expression for rate of flow of heat if one end of a metallic rod is heated. അതായത് എങ്ങനെയാണ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്? അതായത് ഒരു മെറ്റാലിക് റോഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിന്റെ റേറ്റ് ആണ്, അതായത് ഇതിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെയായിരിക്കും റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഉണ്ടാവുന്നത്? അത് നമ്മളൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഡിപ്പെൻസ് ഓൺ, അതായത് which is proportional to the temperature difference. അതായത് the rate of flow of heat H എന്ന് പറയാം. നമുക്ക് rate of flow of heat നെ H എന്ന് പറയാം, which is proportional to the temperature difference. അതുപോലെ അതായത് temperature difference എന്ന് പറയുമ്പോൾ ഇവിടെ T minus TD എന്ന് കൊടുത്തിട്ടുണ്ട്. And the area of cross section, അതായത് area of cross sectionനും temperature differenceനും അത് directly proportional ആയിരിക്കും. And inversely proportional to the length of the conductor ആണ്. ഓക്കെ, ലെങ്ത് L. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു മെറ്റീരിയൽ ആണ്, ഒരു റോഡാണ്. മെറ്റാലിക് റോഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിന്റെ എക്സ്പ്രഷൻ അപ്പൊ എങ്ങനെ എഴുതാം? H എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. H is equal to, ഇവിടെ K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. K into A is the area of cross section, then TC minus TD എന്ന് പറയുന്നത് ഡെൽറ്റ T എന്ന് എഴുതിയാലും മതി. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ L ആണ്. സോ K എന്ന് പറയുന്നത് കോൺസ്റ്റന്റിന് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇഫ് വൺ എൻഡ് ഓഫ് ദ മെറ്റാലിക് റോഡ് ഈസ് ഹീറ്റഡ്. ക്ലിയർ? The next question is some cooking pots have copper coating on the bottom. Give reason. എന്തുകൊണ്ടാണ് ചില പാത്രങ്ങൾ, അതായത് കുക്കിംഗ് പോട്ട്സിനൊക്കെ താഴെ ഭാഗത്ത് നമ്മൾ കോപ്പറിന്റെ കോട്ടിങ് കാണാറില്ലേ? എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ വളരെ ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹീറ്റ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? യൂണിഫോം ആയിട്ട് അത് സ്പ്രെഡ് ചെയ്യും, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില കുക്കിംഗ് പോട്ട്സിനകത്തൊക്കെ കോപ്പറിന്റെ കോട്ടിങ് കൊടുക്കുന്നത്. സോ ഹൗ വി ക്യാൻ ആൻസർ? Thermal conductivity of copper is high and it promotes the distribution of heat over the bottom of a pot for uniform cooking. That is, thermal conductivity of copper is high and it promotes distribution of heat over the bottom of a pot for uniform cooking. Now we have the next question. Why a brass tumbler feels much colder than a wooden tray on a chilly day? സാധാരണ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വുഡൻ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയലാണ് നമ്മൾ തൊടുന്നതെങ്കിൽ അത് അത്ര തണുപ്പ് ഉണ്ടാവില്ല അല്ലെ. പക്ഷെ മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും ട്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അത് കോൾഡർ ആയിരിക്കും.
എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ റീസൺ ഒരൊറ്റ വേർഡിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് അല്ലെങ്കിൽ മെറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വുഡ്. അതായത് വുഡിനേക്കാളും തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്തിനാണ്? മെറ്റലിനാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് എന്തായിട്ടിരിക്കുന്നത്? കോൾഡർ ആയിട്ട് ഇരിക്കാനുള്ള കാരണം. അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് അവിടെ നോട്ട് ചെയ്യാനുള്ളത്. Next one is houses made of concrete roofs are very hot during summer days. Why? അപ്പൊ എന്തുകൊണ്ടാണ് സമ്മർ ഡേയ്സിൽ കോൺക്രീറ്റ് റൂഫ്സ് ഉള്ള വീടുകളൊക്കെ വളരെ ചൂടായിട്ടിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരിക്കും? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് മോഡറേറ്റ്ലി ഹൈ. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോൺക്രീറ്റും എങ്ങനെയാണ്? കുറച്ചും കൂടെ കൂടുതലാണ്, മറ്റുള്ളതേ അപേക്ഷിച്ച് കൂടുതലാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ബിക്കമിങ് hotter. Okay, so thermal conductivity of concrete is moderately high. അതാണ് അതിന്റെ റീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is what is convection? അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ അതായത് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞപ്പോൾ കണ്ടക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അവിടെ എന്തായിരുന്നു? മെറ്റീരിയലിന്റെ അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ടാണ് എന്ത് സംഭവിച്ചിരുന്നത്? അവിടെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് നടന്നിരുന്നത്. അതായത് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വഴിയാണ് നടന്നിരുന്നത്. അവിടെ എന്തുണ്ടായിരുന്നില്ല? മെറ്റീരിയൽ അതായത് മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് കൺവെക്ഷൻ? എന്താണ് കൺവെക്ഷൻ എന്നുള്ളത്? അപ്പോൾ കൺവെക്ഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അവിടെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് is taking place by the motion of fluid ആണ്. അതായത് ഫ്ലൂയിഡിലാണ് നമ്മൾ കൺവെക്ഷൻ നടക്കുന്നത്. അപ്പൊ അത് അതായത് ഫ്ലൂയിഡിന്റെ മോഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി, അതായത് ഡെൻസിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ടാണ് കൺവെക്ഷൻ ഉണ്ടാവുന്നത്. ഹീറ്റ് ഫ്ലോസ് ഫ്രം ലോ ഡെൻസിറ്റി റീജിയൻ ടു ഹൈ ഡെൻസിറ്റി റീജിയൻ. അതായത് ലോ ഡെൻസിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഹൈ ഡെൻസിറ്റിയിലെ ഏരിയയിലേക്ക് അത് ഫ്ലോ ചെയ്യും. അതേപോലെ തന്നെ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ നടക്കുന്നത് കൺവെക്ഷനിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം ഈ 3 കേസസ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ 3 കേസസ് ആണ്. അപ്പൊ ഇത് സെക്കൻഡ് വൺ ആണ്. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാറ്ററിന്റെ ആക്ച്വൽ മോഷൻ കാരണം നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ഫ്ലൂയിഡ്സ്. അപ്പൊ ഫ്ലൂയിഡ്സിന്റെ കേസിൽ മാത്രമാണ് ഇത് പോസിബിൾ ആവുന്നത്. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? ഡെൻസിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ടാണ്. അപ്പൊ അത് ഇറ്റ് ഫ്ലോസ് ഫ്രം ലോ ഡെൻസിറ്റി റീജിയൻ ടു ഹൈ ഡെൻസിറ്റി റീജിയൻ ആയിരിക്കും. Okay, the next question is give examples for natural convection. അപ്പോൾ 2 തരത്തിലുള്ള കൺവെക്ഷൻ ആണുള്ളത്. ഒന്ന് നാച്ചുറൽ കൺവെക്ഷനും അടുത്തത് ഫോഴ്സ്ഡ് കൺവെക്ഷനും. അപ്പോൾ നാച്ചുറൽ കൺവെക്ഷന്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം സീ ബ്രീസ്, അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ്, ട്രേഡ് വിൻഡ്, ഇവയൊക്കെ നാച്ചുറൽ കൺവെക്ഷൻ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതായത് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ട്രേഡ് വിൻഡ്. നമ്മൾ സാധാരണ കാണുന്ന പ്രോസസ്സസ് ആണ്. സോ ഇവയെല്ലാം അതായത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അവയെ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കൺവെക്ഷൻ കണ്ടു. ഇനി അപ്പൊ എന്താണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലെ? എന്തായിരിക്കും? നാച്ചുറൽ ആയിട്ടല്ല നടക്കുന്നത്, അതിനെന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്. അത്തരം കൺവെക്ഷൻ ആണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അതായത് ഇപ്പോൾ മെറ്റീരിയൽ ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് ബൈ പമ്പ് ഓർ ബൈ അതർ ഫിസിക്കൽ മീൻസ്. അതായത് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ മീൻസ് വഴി എന്ത് ചെയ്യണം? ആ മെറ്റീരിയലിനെ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പ്രോസസ്സാണ് എന്ത്? ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഇപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് സിസ്റ്റം ഓഫ് ഓട്ടോമൊബൈൽ എൻജിൻസ്. ഇപ്പൊ ഓട്ടോമൊബൈൽ എൻജിൻസ് ഒക്കെ കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ പമ്പ് ചെയ്തുകൊണ്ടാണ് അല്ലെ? അപ്പോൾ അത്തരം കേസസ് ആവാം. അല്ലെങ്കിൽ എന്താണ്? ഹാർട്ട് ദാറ്റ് സർക്കുലേറ്റ്സ് ബ്ലഡ് ത്രൂ അവർ ബോഡി. നമ്മളെ ഹാർട്ടിൽ ഉണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷൻ. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? അവിടെ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നടക്കുന്നതല്ല, നമ്മളൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയും. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ സീ ബ്രീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതൊരു നാച്ചുറൽ കൺവെക്ഷൻ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സീ ബ്രീസ് എന്നുള്ളത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? സീ ബ്രീസ് നമ്മൾ ചെറിയ ക്ലാസ്സസിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പോൾ സീ ബ്രീസിന്റെ റീസൺ എന്താണ്? അതൊരു നാച്ചുറൽ കൺവെക്ഷൻ ആണ്. സീ ബ്രീസ് ഈസ് ഡ്യൂ ടു നാച്ചുറൽ കൺവെക്ഷൻ. ഇനി എങ്ങനെ പറയാം അതിന്റെ എക്സ്പ്ലനേഷൻ? ഡേ ടൈമില് ഗ്രൗണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ഹീറ്റ് ചെയ്യും. അതായത് കരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് പെട്ടെന്ന് ചൂടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കും. എന്നാൽ വാട്ടറിന്റെ കേസ് അങ്ങനെയല്ല. അതിന്റെ സ്പെസിഫിക്
സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് ഹീറ്റ് ആവാൻ കൂടുതൽ സമയമെടുക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, തണുക്കാനും അത് സമയമെടുക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്, അതായത് ഈ നാച്ചുറൽ കൺവെക്ഷൻ കാരണമാണ് അവിടെ സീ ബ്രീസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഡേ ടൈം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാവും അല്ലെ. അതായത് വാട്ടറിനേക്കാളും പെട്ടെന്ന് ചൂടാവുന്നത് കരയാണ്. ഓക്കെ, അപ്പൊ ആ എന്താണ്, ഗ്രൗണ്ട് ചൂടായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? എയർ ഇൻ കോണ്ടാക്ട് വിത്ത് വാം ഗ്രൗണ്ട് ഈസ് ഹീറ്റഡ് അല്ലെ, അത് എക്സ്പാൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി കുറയും. ലെസ് ഡെൻസ് ആവുന്ന സമയത്ത് എന്തുണ്ടാവും, അത് റൈസ് ചെയ്യും, മുകളിലേക്ക് പോകും. അപ്പോൾ ഗ്രൗണ്ടിന് മുകളിലുള്ള, അതായത് കരയ്ക്ക് മുകളിൽ ഉണ്ടാവുന്ന എയർ എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാവുന്നു. ആ ചൂടാവുന്നതിന്റെ ഫലമായിട്ട് അത് ഡെൻസിറ്റി കുറയുന്നത് കാരണം മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോ അവിടെ എന്താണ് ചെയ്യുന്നത്, ഈ കോൾഡ് എയർ ആണ്, അതായത് സീയിൽ നിന്നുണ്ടാവുന്ന കോൾഡ് എയർ ആണ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ആ സ്പേസ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോസസ്സാണ് എന്ത്, സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ സീയിൽ നിന്ന് എന്ത് ചെയ്യും, കാറ്റ് വീശിക്കൊണ്ട്, അതായത് എം ടി ആയിട്ടുള്ള സ്പേസ്, അതായത് ഗ്രൗണ്ടിന് മുകളിലുള്ള ഭാഗം എന്തായിരിക്കും, അവിടെ എം ടി ആണ് അല്ലെ, അവിടുത്തെ എയർ എല്ലാം ചൂടായതുകൊണ്ട് ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിലേക്ക് പോയി. അപ്പൊ ആ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തണുത്ത കാറ്റായിരിക്കും കടലിൽ നിന്ന് വീശുന്നത്. അപ്പൊ ആ പ്രോസസ്സാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. During the day, the ground heats up more quickly than large water bodies. വാട്ടർ ബോഡീസിനേക്കാൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഗ്രൗണ്ട് ഹീറ്റ് അപ്പ് ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു ഗ്രേറ്റർ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അതായത് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആ ഒരു പോയിന്റ് അതിൽ മെൻഷൻ ചെയ്യണം. Okay, but this is due to greater specific capacity of water and the air in contact with warm ground is heated. അതായത് വാം ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആവുന്നുണ്ട്. സോ ഇറ്റ് എക്സ്പാൻഡ്സ്, ബിക്കംസ് ലെസ് ഡെൻസ് ആൻഡ് റൈസസ്. അപ്പൊ അത് റൈസ് ചെയ്യും, ഡെൻസിറ്റി കുറയുന്നതിന്റെ ഫലമായിട്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ദെൻ കോൾഡ് എയർ എബവ് സീ മൂവ്സ് ടു ഫിൽ ദിസ് സ്പേസ്. ഈ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സീയിൽ നിന്നുണ്ടാവുന്ന തണുത്ത കാറ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗത്തേക്ക് ഫിൽ ആവുന്നത്. ഓക്കെ, ആ ഫ്രീ സ്പേസിലേക്ക് ഫിൽ ആവുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് സീ ബ്രീസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഡ്യൂറിംഗ് ഡേ ടൈം എന്ത് സംഭവിക്കുന്നത്, ദ ഗ്രൗണ്ട് ഹീറ്റ്സ് അപ്പ് മോർ ക്വിക്ലി ദാൻ ലാർജ് വാട്ടർ ബോഡീസ്. ദിസ് ഈസ് ഡ്യൂ ടു ഗ്രേറ്റർ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ദ എയർ ഇൻ കോണ്ടാക്ട് വിത്ത് warm ground is heated, it expands, become less dense and rises. Then cold air above sea moves to fill the space and is called as sea breeze. Okay, now we have explained land breeze. അപ്പൊ നമ്മൾ സീ ബ്രീസ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ലാൻഡ് ബ്രീസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാൻഡ് ബ്രീസ് എപ്പോഴാണ് നടക്കുന്നത്? യെസ്, നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. നൈറ്റിൽ എന്തുണ്ടാവും, നൈറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് പെട്ടെന്ന് തണുക്കും, അതുപോലെ തന്നെ വാട്ടർ തണുക്കാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ദ ഗ്രൗണ്ട് ലോസസ് ഇറ്റ്സ് ഹീറ്റ് മോർ ക്വിക്ലി ആൻഡ് വാട്ടർ സർഫസ് ഈസ് വാർമർ ദാൻ ദ ലാൻഡിനേക്കാൾ വാമർ ആയിട്ടുള്ളത് എവിടെയാണ്, വാട്ടർ സർഫസ് ആണ്. സോ ദ എയർ ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ഈസ് ഹീറ്റഡ്. അതായത് എപ്പോഴും വാട്ടറിന് മുകളിൽ ഉണ്ടാവുന്ന എയർ എന്തായിരിക്കും, ചൂടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും, ദാറ്റ് വിൽ ബിക്കം ലെസ് ഡെൻസ് ആൻഡ് റൈസസ്. അപ്പൊ അവിടെ വാട്ടറിന് മുകളിൽ ഉണ്ടാവുന്ന, അതായത് സീക്ക് മുകളിൽ ഉണ്ടാവുന്ന എയർ ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്ത് ഡെൻസിറ്റി കുറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ആ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് എയർ മൂവ് ചെയ്യുന്നത്, ദ കോൾഡ് എയർ എബവ് ദ ഗ്രൗണ്ട് മൂവ്സ് ടു ഫിൽ ദിസ് സ്പേസ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുണ്ടാവുന്ന കോൾഡ് എയർ എന്ത് ചെയ്യും, സീയിലോട്ട് മൂവ് ചെയ്യും. ആ പ്രോസസ്സാണ്, ദിസ് ഈസ് കോൾഡ് ലാൻഡ് ബ്രീസ്. അപ്പൊ എങ്ങനെ പറയാം, at night the ground loses its heat more quickly and the water surface is warmer than the land. അപ്പൊ ഒരു കാരണം മനസ്സിലാക്കുക, കര എപ്പോഴും പെട്ടെന്ന് ചൂടാവും ചെയ്യുന്നുണ്ടാവും, പെട്ടെന്ന് തണുക്കും ചെയ്യും. എന്നാൽ കടലാണെങ്കിൽ എങ്ങനെയാണ്, വളരെ പതുക്കെ മാത്രമേ ചൂടാവുള്ളൂ, വളരെ പതുക്കെ മാത്രമാണ് അത് തണുക്കും ചെയ്യുള്ളൂ. അതിന്റെ റീസൺ എന്താണ്, സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹൈ. ഓക്കെ, ആ ഒരു പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ എയർ ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ഈസ് ഹീറ്റഡ്, ഇറ്റ് എക്സ്പാൻഡ്സ്, become less dense and rises. So the cold air above the ground moves to fill this space and is called land breeze.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗിവ് എക്സാമ്പിൾസ് ഫോർ ഫോഴ്സ്ഡ് കൺവെക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗ് സിസ്റ്റംസ്, നമ്മൾ ഹോമിൽ ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റംസ്, അപ്പോൾ ഹെയർ ഡ്രൈ ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ ദ കൂളിംഗ് സിസ്റ്റം ഓഫ് ഓട്ടോമൊബൈൽ എൻജിൻ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് റേഡിയേഷൻ. അപ്പൊ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. അപ്പൊ റേഡിയേഷന്റെ പ്രത്യേകത എന്താണ്? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ലാർജ് ഡിസ്റ്റൻസസിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഇറ്റ് പ്രൊപ്പഗേറ്റ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് നീഡ്സ് നോ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് ദ മെക്കാനിസം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഈസ് കോൾഡ് റേഡിയേഷൻ. അപ്പൊ റേഡിയേഷൻ എന്താ ആവശ്യമില്ല? ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ സാധാരണ നമ്മൾ സൺറൈസ് ഒക്കെ, അതായത് സണ്ണിൽ നിന്നുള്ള റേസ് ഒക്കെ നമുക്ക് അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? അതായത് റേഡിയേഷൻ വഴിയാണ് അല്ലെ. അപ്പൊ അവിടെ നടക്കുന്നത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, ഇനി okay, next question is heat is transferred to the earth from the sun through empty space as dash. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റേഡിയേഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. അതായത് എർത്തിലേക്ക്, അതായത് സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ എത്തുന്നത് ഏത് വഴിയാണ്? റേഡിയേഷൻ വഴിയാണ്, അതായത് എംപ്റ്റി സ്പേസിലൂടെ. Then we wear white or light colored clothes in summer. Why? അതായത് നമ്മൾ സാധാരണ സമ്മർ സീസണിൽ പറയുന്നത് എങ്ങനെയാണ്? ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സസ് ആണെങ്കിൽ നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യില്ല അല്ലെ. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്നുള്ളതാണ്. അപ്പൊ വൈറ്റ് കളർ എന്താ ചെയ്യുന്നത്? അബ്സോർബ് ദ ലീസ്റ്റ് ഹീറ്റ് ഫ്രം ദ സൺ. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന വളരെ കുറച്ച് ഹീറ്റ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? അബ്സോർബ് ചെയ്യുള്ളൂ. അതായത് വൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സമ്മർ സീസൺ ആവുന്ന സമയത്ത് ലൈറ്റ് കളേഴ്സ് ഡ്രസ്സസ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഡ്യൂറിങ് വിന്റർ വി യൂസ് ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ്. വൈ? അതായത് വിന്റർ ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യം എന്താണ്? ചൂടാണ് ആവശ്യം അല്ലെ. അപ്പൊ കൂടുതൽ ചൂട് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡാർക്ക് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വിച്ച് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സൺ ആൻഡ് കീപ് അവർ ബോഡി വാം. നമ്മളെ ബോഡി വാം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡാർക്ക് കളർ ഡ്രസ്സസ് നമ്മൾ വിന്റർ സീസണിൽ യൂസ് ചെയ്യുക. അപ്പൊ സീസൺ നോക്കിക്കൊണ്ട് നമ്മൾ ഡ്രസ്സസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് എന്താണ് കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, the next question is the bottom of the utensils for cooking food are black and why? എന്തുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസിന്റെ ബോട്ടം ഭാഗം, അതായത് താഴ്ഭാഗം ബ്ലാക്ക് കളർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ബ്ലാക്ക് കളറിന്റെ പ്രത്യേകത? ദാറ്റ് വിൽ അബ്സോർബ് മാക്സിമം ഹീറ്റ് അല്ലെ. ഫയറിൽ നിന്ന് വരുന്ന ഹീറ്റ് മാക്സിമം അബ്സോർബ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ബ്ലാക്ക് ആക്കി വെച്ചിട്ടുള്ളത്. സോ എങ്ങനെ പറയാം? ബ്ലാക്ക് കളർ അബ്സോർബ്സ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫയർ ആൻഡ് ഗിവ് ഇറ്റ് ടു ദ വെജിറ്റബിൾസ് ടു ബി കുക്ക്ഡ്. So that will fast the cooking. Okay, so we can fast up cooking by using the black color for the utensils. So black color absorbs maximum heat from the fire. Okay, and explain the principle of thermobottles. Thermobottles ന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിന് ഒരു തെർമോ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സീ എ ഡബിൾ വാൾഡ് ഗ്ലാസ് വെസൽ അല്ലെ. ഒരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെസൽ ഉണ്ടാവും വിത്ത് ദ ഇന്നർ ആൻഡ് ഔട്ടർ വാൾസ് കോട്ടഡ് വിത്ത് സിൽവർ. അതായത് സിൽവർ കോട്ടിംഗ് ഉണ്ടാവും. അതായത് ഒരു ഡബിൾ വാൾഡ് ഗ്ലാസിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? സിൽവർ കോട്ടിങ് ചെയ്തിട്ടുണ്ടാവും. ഇനി റേഡിയേഷൻ ഫ്രം ദ ഇന്നർ വാൾ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ കണ്ടൻസ് ഓഫ് ദി ബോട്ടിൽ. അതായത് അതിനകത്ത് ഉണ്ടാവുന്ന റേഡിയേഷൻസ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ കണ്ടൻസ്. ബോട്ടിലിനകത്തേക്ക് തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തു പോകും. അതുപോലെ തന്നെ ഔട്ടർ വാളിൽ ഉണ്ടാവുന്ന റേഡിയേഷൻസ് എന്ത് ചെയ്യും? അതായത് വാൾ സിമിലർലി റിഫ്ലക്ട്സ് ബാക്ക് എനി ഇൻകമിങ് റേഡിയേഷൻ. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ എങ്ങനെ പറയാം? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമോ ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡബിൾ വാൾഡ് glass vessel with the inner and outer walls coated with silver. Radiation from the inner wall is reflected back into the contents of the bottle and the outer wall similarly reflects back any incoming radiation. Okay, then what is a black body? എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ? ബ്ലാക്ക് ബോഡീസിന്റെ പ്രത്യേകത എന്താണ്? Which absorbs radiations from
ഓഫ് ഓൾ വേവ് ലെങ്ത് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അതിനകത്ത് ഇൻസിഡന്റ് ചെയ്യുന്ന ഏത് വേവ് ലെങ്തിലുള്ള വേവ്സ് ആണ് റേസ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് അബ്സോർബ്ഡ്. ഓക്കെ, അപ്പൊ അതാണ് ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത. സോ an object that absorbs all radiations falling on it at all wavelength, അതായത് ഏത് വേവ് ലെങ്തിലുള്ളതാണെങ്കിലും അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ബ്ലാക്ക് ബോഡി. എ ബ്ലാക്ക് ബോഡി ഓൾസോ emit radiations of all possible wavelength. An object that absorbs all radiations falling on it at all wavelength is called a black body, and a black body also emits radiations of all possible wavelength. Now the next question is, what are black body radiations? അതായത് the radiations emitted by black body are called black body radiations. അതായത് ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ പോസിബിൾ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസും എന്ത് ചെയ്യും, ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യും. Okay, so the radiations emitted by black body are called black body radiations. Now the next question is, state Wien's displacement law. എന്താണ് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്നുള്ളതാണ്. അപ്പൊ വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറയുന്നത് മാക്സിമം എനർജി ക്യാരിങ് വേവ് ലെങ്ത്, അതായത് ഒരു റേഡിയേറ്ററിന്റെ കേസിൽ, ഇപ്പൊ ഒരു ബ്ലാക്ക് ബോഡിയുടെ കേസിൽ ഉണ്ടാവുന്ന മാക്സിമം എനർജി ക്യാരിങ് വേവ് ലെങ്ത്, അതിനെ നമുക്ക് ലാംഡ എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് ലാംഡ എം ഫോർ വിച്ച് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി is the maximum. ഇനി അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർ the maximum energy carrying wavelength എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, the maximum energy carrying wavelength is inversely proportional to temperature ആയിരിക്കും. maximum energy carrying wavelength lambda m is inversely proportional to temperature. ഇതിനെയാണ് നമ്മൾ വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. that is lambda m is proportional to 1 by t or lambda m into t is equal to a constant. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന കോൺസ്റ്റന്റിനെ പറയുന്നത് വിയൻസ് കോൺസ്റ്റന്റ് എന്നാണ്. അതിന്റെ വാല്യൂ 2.9 into 10⁻³ mk. ഓക്കെ, അപ്പൊ അതാണ് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അപ്പൊ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, ദ മാക്സിമം എനർജി ക്യാരിങ് വേവ് ലെങ്ത് ലാംഡ എം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ഓക്കെ, ലാംഡ എം ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by t. ഇനി അടുത്ത കേസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. എന്താണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ എന്നുള്ളതാണ്. അപ്പൊ എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി പെർ യൂണിറ്റ് ടൈം ഈസ് ഗിവൺ ബൈ, അതായത് എനർജി എമിറ്റഡ് ബൈ എ റേഡിയേറ്റർ ഓർ എ ബ്ലാക്ക് ബോഡി പെർ യൂണിറ്റ് ടൈം, അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയിൽ പറയുന്നത്. അതായത് H is equal to AE sigma T raised to 4 ആണ്. ആ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. AE sigma T raised to 4 ആണ്. A is the area, T is temperature of the body, then E the emissivity, and sigma is called Stephen Boltzmann constant. അതിന്റെ വാല്യൂ 5.67 into 10⁻8 ആണ് വരുന്നത്. ഓക്കെ, The next question is state Newton's law of cooling. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നുള്ളത്? അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് ഓഫ് എ ബോഡി, ഒരു ബോഡി എടുത്താൽ അതിന്റെ റേറ്റ് ഓഫ് കൂളിംഗ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്. ഡിഫറൻസ് ഓഫ് temperature of the body and surrounding, that is if T1 is the temperature of the surrounding medium and T2 is the temperature of the body, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ T2 minus T1 ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്, the rate of cooling. അതായത് rate of cooling നെ നമുക്ക് minus dq by dt എന്ന് എഴുതാം. So that will be equal to minus dq by dt is equal to k into T2 minus T1 ആണ്. That is according to Newton's law of cooling, the rate of cooling or the rate of loss of heat of a body is proportional to difference of temperature of the body and surroundings. So here we take T1 as the temperature of the surrounding medium and T2 is the temperature of the body, then minus dq by dt is equal to k into T2 minus T1. So that is Newton's law of cooling. Now we can move to the last question. So draw the curve showing cooling of hot water with time. അതായത് നമ്മൾ ഹോട്ട് വാട്ടറിനെ കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തൊരു തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അല്ലെ, നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. So that as the time increases, the temperature will be decreased. Okay, so ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു rate of cooling is proportional to the difference of temperature of the body and surroundings ആണ്. അല്ലെ, അതിനനുസരിച്ചിട്ടാണ് എന്ത് കിട്ടുന്നത്, കൂളിംഗ് കർവ് നമുക്ക് കിട്ടുന്നത്. So here that will be a curve
and we can draw like this. Okay, അപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ time is taken along x-axis and temperature will be taken along y-axis. Then we will get a cooling curve. ഒരു curve ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ സജഷൻസും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കൂടുതൽ ആവശ്യമുള്ളതായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.